Hello students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഇതായിരുന്നു. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് that is spanned by G is equal to set v1 v2 etc vn. Let I is equal to set w1 w2 etc wm is a linearly independent subset of v, then necessarily m less than or equal to n. അതായത് ഒരു വെക്ടർ സ്പേസിലെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഒരു വെക്ടർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആ വെക്ടർ സ്പേസിൻ്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m. ഒരു വെക്ടർ സ്പേസിലെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ, ആ വെക്ടർ സ്പേസിൽ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. റിസൾട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ next consider corollary. If V has a finite basis B, if a vector space V has a finite basis B, then every basis of V is finite and has the same number of elements as in B. അതായത് ഒരു വെക്ടർ സ്പേസിന് ഒരു ഫൈനൈറ്റ് ബേസിസ് മീൻ ചെയ്യുന്ന ആ ബേസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വെക്ടർ സ്പേസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വെക്ടർ സ്പേസിൻ്റെ ഏതൊരു ബേസിസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ആ വെക്ടർ സ്പേസിലെ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഒരു വെക്ടർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് ഫോം ചെയ്യാം. ഒരു വെക്ടർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്പാനിങ് സെറ്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ സെറ്റുകൾ നമുക്ക് ഫോം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഒരു വെക്ടർ സ്പേസിൽ ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടെങ്കിൽ ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ വി കൺസിഡർ ദ പ്രൂഫ്. സപ്പോസ് ദാറ്റ്, അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു വെക്ടർ സ്പേസിന് ഫൈനൈറ്റ് ബേസിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ ഏതൊരു ബേസിസ് എടുത്തു കഴിഞ്ഞാലും ആ ബേസിസിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ബി സ്റ്റാർ ഈസ് ആൻ ഇൻഫൈനൈറ്റ് ബേസിസ് ഓഫ് വി. ഇപ്പോൾ നമുക്കറിയാം വെക്ടർ സ്പേസ് വി, നമ്മുടെ അസംഷൻ അനുസരിച്ച് വെക്ടർ സ്പേസ് വിക്ക് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ട്. ആ ഫൈനൈറ്റ് ബേസിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൈറ്റ് ബേസിസ് ആണ് ബി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബിക്കകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് വെക്ടർ സ്പേസ് വിയുടെ ഏത് ബേസിസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തും എന്തേ ഉള്ളതെന്ന് കാണിക്കണം, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളതെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് വെക്ടർ സ്പേസ് വിക്ക് ഒരു ബേസിസ് ഉണ്ട്, ബി സ്റ്റാർ എന്ന് പറയുന്നതാണ് ബേസിസ്. സപ്പോസ് ഇതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ബേസിസ് ആണ് ബി സ്റ്റാർ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരാം. ഓക്കെ, സപ്പോസ് ദാറ്റ് ബി സ്റ്റാർ ഈസ് ആൻ ഇൻഫൈനൈറ്റ് ബേസിസ് ഓഫ് വി, ദാറ്റ് ഈസ് അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ബി സ്റ്റാർ എന്ന് പറയും. ഓക്കെ, നമ്മൾ റിസൾട്ട് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വെക്ടർ സ്പേസിൻ്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെയും സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. അതായത് വെക്ടർ സ്പേസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ സബ്സെറ്റ്, ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് നമ്മൾ അടുത്തായിട്ട് പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു റിസൾട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. എവറി സബ്സെറ്റ് ഓഫ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എവറി സബ്സെറ്റ്, ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെയായിരിക്കും. സബ്സെറ്റ് ക്ലിയർ ആണല്ലോ? അപ്പം ബി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ബേസിസ് ആണെന്നാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് ആണ് ബി സ്റ്റാർ എന്ന് പറയുന്നത്. സോ ബി സ്റ്റാർ ബേസിസ് ആയതുകൊണ്ട് തന്നെ രണ്ട് കണ്ടീഷൻ അനുസരിച്ച് ബി സ്റ്റാർ എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റാണ്. വെക്ടർ സ്പേസ് വിയുടെ സ്പാനിങ് സെറ്റാണ്. ദാറ്റ് ഈസ് സ്പാൻ ബി സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസ് കിട്ടും. അതോടൊപ്പം തന്നെ ബി സ്റ്റാർ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ബേസിസ് ആകാണ് രണ്ട് കണ്ടീഷൻ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, സ്പാനിങ് സെറ്റുമാണ്. ഓക്കെ, അപ്പം ബി സ്റ്റാർ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്ന് നമുക്കറിയാം. ബേസിസ് ആയതുകൊണ്ട് തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി സ്റ്റാർ എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യുകയാണ്. ബി സ്റ്റാറിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി സ്റ്റാർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ബി സ്റ്റാറിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ബി സ്റ്റാർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് ബി സ്റ്റാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യണം. അത് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അകത്ത്
ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. അപ്പോൾ ബി സ്റ്റാർ ഇൻഫിനിറ്റ് ആയതുകൊണ്ട് തന്നെ ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് എനിക്ക് ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്യാം? ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ബിയേക്കാളും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ബി സ്റ്റാറിന് ചൂസ് ചെയ്യാം. ക്ലിയർ ആണ്? കാരണം ബി സ്റ്റാറിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബി എന്ന് പറയുന്ന ഈ സെറ്റിനേക്കാളും ഇതിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പം ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ ഇങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്: ബിയേക്കാളും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ബിയേക്കാളും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബി സ്റ്റാറിൻ്റെ സബ്സെറ്റ് ഞാൻ ഇങ്ങനെയാണ്: ബിയിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. അതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്ന ബി സ്റ്റാറിൻ്റെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ചൂസ് ചെയ്യാം. ബി സ്റ്റാറിൻ്റെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ചൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം ബി സ്റ്റാറിൻ്റെ ഏത് സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ അടുത്തായിട്ട് പ്രൂവ് ചെയ്യും ആ റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ചൂസ് ചെയ്ത ആ സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതാണ് ഞാൻ പറഞ്ഞു. നൗ ബി സ്റ്റാർ ബീയിങ് ഇൻഫിനിറ്റ് കണ്ടെയ്ൻസ് എ ഫൈനൈറ്റ് സബ്സെറ്റ്. എങ്ങനെ എടുത്താൽ മതി? ദാറ്റ് ഹാവ് മോർ ദാൻ എലമെൻറ്റ്സ് ദാൻ ബിയേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്ന ഒരു സബ്സെറ്റ് ബി സ്റ്റാറിൽ ചൂസ് ചെയ്യാം. ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യും. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിയേക്കാളും നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുതലുള്ള ബി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റ് കിട്ടി. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ സബ്സെറ്റുകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആ സബ്സെറ്റും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതിനകത്ത് ബിയേക്കാളും നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുതലും ഉണ്ട്. ബിയേക്കാളും ബി എന്ന് പറയുന്ന ഈ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എനിക്കിപ്പോൾ കിട്ടിയത്. പക്ഷേ ബി ബേസിസ് ആയതുകൊണ്ട് തന്നെ ബി ഒരു സ്പാനിങ് സെറ്റാണ്. വെക്ടർ സ്പേസ് വിയുടെ ഒരു സ്പാനിങ് സെറ്റാണ് ബി. നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ആ സ്പാനിങ് സെറ്റിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എനിക്ക് കിട്ടി. അതല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് പോസിബിൾ ആണോ? തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു ഒരു സ്പാനിങ് സെറ്റിലെ ഒരു വെക്ടർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എപ്പോഴും ആ വെക്ടർ സ്പേസിലെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്താ കിട്ടി? ഇവിടെ നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടി. അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലാണ്. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ ടു ദ ലാസ്റ്റ് റിസൾട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ റിസൾട്ട് ഒരു കോൺട്രഡിക്ഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ എത്തിച്ചേർന്നത്? നമ്മുടെ തെറ്റായ ഒരു അസംഷനിൽ നിന്ന് നമുക്ക് ആ കോൺട്രഡിക്ഷൻ എത്തിച്ചേരാം. നമ്മുടെ തെറ്റായ അസംഷൻ എന്തായിരുന്നു? ബി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ബേസിസ് ഉണ്ടെങ്കിൽ എന്നുള്ള അസംഷനിൽ നിന്നാണ് നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ എത്തിച്ചേർന്നത്. സോ ദിസ് കോൺട്രഡിക്ട്സ് ദ എബോവ് തിയറം. ഹെൻസ് നമുക്ക് എന്ത് പറയാം? ബി സ്റ്റാർ ഈസ് ഫൈനൈറ്റ്. അപ്പം ബി സ്റ്റാർ ഒരിക്കലും ഇൻഫിനിറ്റ് ആകത്തില്ല. ദാറ്റ് മീൻസ് വെക്ടർ സ്പേസ് വിയുടെ ബേസിസുകൾ എപ്പോഴും എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. വെക്ടർ സ്പേസ് വിയുടെ ദാറ്റ് ഈസ് ഓൾ ബേസിസ് ഓഫ് വി ഈസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് വെക്ടർ സ്പേസിൻ്റെ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സുകൾ എപ്പോഴും സെയിം ആയിരിക്കും. നമ്പർ ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ട്. സപ്പോസ് വെക്ടർ സ്പേസ് വിക്ക് 2 ബേസിസ് ആണ്, B1 B2 എന്ന് വിചാരിക്കും. ഇപ്പം B1ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് B2ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എത്രയൊക്കെ ബേസിസ് ഉണ്ടോ വെക്ടർ സ്പേസ് വിക്ക് അതിലെ എല്ലാം നമ്പർ ഓഫ് എലമെൻറ്റ്സുകൾ സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് അടുത്തായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2 ബേസിസ് ചൂസ് ചെയ്യണം. സപ്പോസ് ദാറ്റ് ദ ബേസിസ് ബി എന്ന് പറയുന്ന ഒരു ബേസിസ് ചൂസ് ചെയ്തു. സപ്പോസ് ഇറ്റ് ഹാസ് n എലമെൻറ്റ്സ് ആൻഡ് അനദർ ബേസിസ് ബി സ്റ്റാർ. സപ്പോസ് ഇറ്റ് ഹാസ് n സ്റ്റാർ എലമെൻറ്റ്സ്. n സ്റ്റാർ എലമെൻറ്റ്സ് ആണ് ബി സ്റ്റാറിലുള്ളത്. ബിയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് കാണിക്കണം? n-ഉം n സ്റ്റാറും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ. സോ ഫസ്റ്റ് വി കൺസിഡർ ബി ആസ് എ സ്പാനിങ് സെറ്റ് ഓഫ് വി. ബി ബേസിസ് ആയതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് ഒരു സ്പാനിങ് സെറ്റാണ്. വെക്ടർ സ്പേസ് വിയുടെ ഒരു സ്പാനിങ് സെറ്റാണ്. ബി സ്റ്റാർ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ബി സ്റ്റാർ ബേസിസ് ആണ്. അതുകൊണ്ട് തന്നെ ബി സ്റ്റാർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി സ്റ്റാർ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്നത് ഒരു സ്പാനിങ് സെറ്റാണ്. ബി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. തൊട്ടുമുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n സ്റ്റാർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇതേ കാര്യം നമ്മൾ തിരിച്ചെടുക്കുക. നമ്മൾ ആദ്യം എന്തെടുക്കുക? ബി സ്റ്റാറിനെ സ്പാനിങ് സെറ്റ്, ബി സ്റ്റാർ ബേസ് ആയതുകൊണ്ടല്ലോ, അപ്പോൾ ബി സ്റ്റാറിനെ നമ്മൾ എന്തെടുക്കുക? അടുത്തിട്ട് ബി സ്റ്റാറിനെ സ്പാനിങ് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുക. ബിയെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ബിയും ബി സ്റ്റാറും ബേസിസ് ആണ്. അതുകൊണ്ട് തന്നെ ബി സ്റ്റാറും സ്പാനിങ് സെറ്റുമാണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എന്ത് കൺസിഡർ ചെയ്യുക? ബി സ്റ്റാറിനെ സ്പാനിങ് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ നമുക്കൊരു കേസ് കിട്ടി. ഒരു കേസ് നമുക്ക് കിട്ടിയതായിരുന്നു
ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n സ്റ്റാർ എന്നുള്ള കേസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് തിരിച്ച് n സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണിക്കേണ്ടത് അല്ലേ. ഓക്കെ, സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n സ്റ്റാർ. നെക്സ്റ്റ്, if you consider B star as a spanning set of V and B as a linearly independent subset. ഇപ്പോൾ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ സ്പാനിങ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലും ഈക്വൽ ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ n സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് നമുക്ക് പറയാം ഈ ഒരു അസംഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് രണ്ട് കേസും കിട്ടി, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ n സ്റ്റാർ എന്ന് കിട്ടി, n സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള കേസും കിട്ടി. ദർഫോർ നമുക്ക് എന്ത് പറയാം, n ഈക്വൽ ടു n സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് B എന്ന് പറയുന്ന ബേസിസിലെയും B സ്റ്റാർ എന്ന് പറയുന്ന ബേസിസിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസുകളിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എപ്പോഴും സെയിം തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഹെൻസ് ഓൾ ബേസിസ് ഓഫ് വിത്ത് വെക്റ്റർ സ്പേസ് വി ആർ ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ റിസൾട്ടിൻ്റെ പ്രൂഫാണ് അടുത്തായിട്ട് പറയുക. ഇഫ് ദ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ് വി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ദെൻ എനി സബ്സെറ്റ് ഓഫ് എസ് ഈസ് ഓൾസോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇഫ് ദ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എസ്, നമ്മൾ ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെ എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഞാനിവിടെ റിസൾട്ട് പറഞ്ഞതിൽ നിങ്ങൾ അതും കൂടെ ആഡ് ചേർത്താൽ മതി. ഇഫ് ദ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എസ് ഇൻ എ വെക്റ്റർ സ്പേസ് ഈസ് ഇൻ എ വെക്റ്റർ സ്പേസ് വി, if the set of vectors S in a vector space V is linearly independent then any subset of S is also linearly independent. അങ്ങനെ എഴുതി ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂഫിലേക്ക് പോകാം. സപ്പോസ് S is equal to set V1, V2, etc. Vn. It's a linearly independent set in the vector space V. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ഏതൊരു സബ്സെറ്റും എസിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. സോ കൺസിഡർ എ സബ്സെറ്റ് B ഓഫ് S, that is B is equal to set V1, V2, etc. Vm where m strictly less than n. ഒരു ഇപ്പം B എന്ന് പറയുന്ന എസിൻ്റെ ഒരു സബ്സെറ്റാണ്. സോ നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് B is linearly independent. സപ്പോസ് B is linearly ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് B is linearly dependent. B എപ്പോഴും linearly ഡിപ്പെൻഡൻ്റ് ആവുന്നത് there exist scalars λ1, λ2, etc. λm not all zeros അല്ലേ. ഒരു കുറഞ്ഞ ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആയിരിക്കും. സച്ച് ദാറ്റ് വാട്ട് ഇസ് കണ്ടീഷൻ λ1 v1 പ്ലസ് λ2 v2 പ്ലസ് എക്സെട്ര λm vm ഈക്വൽ ടു സീറോ ആയിരിക്കും. λm vm ഈക്വൽ ടു സീറോ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് λ1 v1 പ്ലസ് λ2 v2 പ്ലസ് എക്സെട്ര λm vm പ്ലസ് അടുത്തായിട്ട് നമുക്ക് ബാക്കി എന്ത് ചേർക്കാം, പ്ലസ് 0 ഇൻറ്റു vm പ്ലസ് 1 പ്ലസ് 0 ഇൻറ്റു vm പ്ലസ് 2 പ്ലസ് എക്സെട്ര 0 ഇൻറ്റു vn എന്ന് എഴുതാം. കാരണം ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തായി പോകും, സീറോ ആണ്. സ്കെയിലാർസ് എല്ലാം നമ്മൾ സീറോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോ ടോട്ടൽ അത് സീറോ വെക്റ്റർ ആയിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ എന്ത് എഴുതിയിട്ടാണ്, ഇതെന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1, v2, എക്സെട്ര vm ദെൻ vm പ്ലസ് 1, vm പ്ലസ് 2, എക്സെട്ര vn ആണ്. അത് ഈക്വൽ ടു സീറോ വെക്റ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ലീനിയർ കോമ്പിനേഷനിൽ ഓൾ ഇവിടെ λ1, λ2, എക്സെട്ര λm വരെയുള്ള സ്കെയിലാർസിൽ ഏതെങ്കിലും ഒരു സ്കെയിലാറെങ്കിലും കുറഞ്ഞ ഒരു സ്കെയിലാറെങ്കിലും എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും എന്ന് പറയാൻ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ലീനിയർ കോമ്പിനേഷൻ കിട്ടി. ഇതിൻ്റെ v1, v2, എക്സെട്ര vn വരെയുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ കിട്ടി. ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു സീറോ വെക്റ്റർ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ λi എന്താണെന്ന് കിട്ടി, വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ λi നോൺ സീറോ ആണെന്ന് കിട്ടി. then at least one of the lambda is non-zero where I varies from 1 to m. Clear ആണല്ലോ, 1 to m. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ എന്തായിരുന്നു, അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ കണ്ടീഷനിലായിരുന്നു. ദാറ്റ് ഈസ് ദ സെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് v1, v2, എക്സെട്ര vn ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ അസംഷൻ അനുസരിച്ച് അതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെന്നാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് കിട്ടി. സോ ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്. അതുകൊണ്ട് തന്നെ B എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ഡിപ്പെൻഡൻ്റ് ആയപ്പോഴാണ് നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ഹെൻസ് B ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതായത് എസിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഡിപ്പെൻഡൻസ് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഫ് എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എസ് ഇൻ എ വെക്റ്റർ സ്പേസ് വി ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ദെൻ എനി സൂപ്പർ സെറ്റ് കണ്ടെയ്നിങ് എസ് ഈസ് ഓൾസോ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സൂപ്പർ സെറ്റും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. മനസ്സിലാക്കണം, ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സൂപ്പർ സെറ്റും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സബ്സെറ്റ് ആണെങ്കിൽ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സൂപ്പർ സെറ്റും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിന് പ്രൂഫിലേക്ക് പോവാം.
So proof. Consider a linearly dependent set S is equal to set v1 v2 extra vm. The linear dependent condition അനുസരിച്ച് then there exists scalars lambda 1 lambda 2 etc lambda m not all zeros such that lambda 1 v1 plus lambda 2 v2 plus etc lambda m vm equal to 0. Okay, now നമുക്ക് ഇതിൻ്റെ ഒരു സൂപ്പർ സെറ്റ് കൺസിഡർ ചെയ്യാം. എസിൻ്റെ ഒരു സൂപ്പർ സെറ്റ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ബി ഈസ് ഈക്വൽ ടു സെറ്റ് വി1 വി2 എക്സെട്ര വി എം പ്ലസ് 1 എക്സെട്ര വി എൻ വേർ എം സ്ട്രിക്ട്ലി ലെസ് ദാൻ എൻ. സോ ബി എന്ന് പറയുന്നത് എസിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ്. ദിസ് ഇസ് സൂപ്പർ സെറ്റ് ഓഫ് എസ്. Now consider the linear combination lambda 1 v1 plus lambda 2 v2 plus etc lambda m vm plus 0 vm plus 1 0 vm plus 2 plus etc 0 vn equal to എന്ത് കിട്ടും? 0 കിട്ടും. കാരണം ഓൾറെഡി ഇക്വേഷൻ 1ൽ നമുക്ക് ആ ലീനിയർ കോമ്പിനേഷൻ 0 വെക്ടർ കിട്ടുന്നുണ്ട്. സോ ബാക്കിയുള്ള വെക്ടേഴ്സിൽ ലീനിയർ കോമ്പിനേഷനായിട്ട് സ്കെയിലാർസ് ഞാൻ 0 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോ വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ 0 വെക്ടർ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഇക്വേഷൻ 1ൽ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി ലാംഡ നോൺ സീറോ ആണ്. ദാറ്റ് ഈസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി ലാംഡ ഈസ് നോൺ സീറോ. ദാറ്റ് മീൻസ് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 എക്സെട്ര vn ഈസ് എ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് കണ്ടീഷൻ. ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ് നമുക്ക് കിട്ടി. അതായത് എസിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ഞാൻ എടുത്തപ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ സൂപ്പർ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യുക. സൂപ്പർ സെറ്റ് ഓഫ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ സൂപ്പർ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ അടുത്തായിട്ട് പറയുക. 1001 എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് നമുക്ക് നമ്മൾ R2വിലാണത് പറയുക. R2വിൽ നമ്മൾ കണ്ടതാണ് ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ഞാൻ എടുത്തു 1001 എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം 11 എന്ന് പറയുന്ന വെക്ടറിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 11 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 01 എന്ന് എഴുതാം. അപ്പോൾ ഒരു വെക്ടറിന് എനിക്ക് ബാക്കി രണ്ട് വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായിട്ടാണ് പോകുക. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ സൂപ്പർ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നിർബന്ധമില്ല. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ നോട്ട്, സബ്സെറ്റ് ഓഫ് എ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് നീഡ് നോട്ട് ബി ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ സബ്സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് നിർബന്ധമില്ല. അതിന് എക്സാമ്പിളായിട്ട് 1001 എന്നുള്ള സെറ്റ് കൺസിഡർ ചെയ്തു R2വിൽ തന്നെ. അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുത്തു 1001. സോ ക്ലിയർലി ദാറ്റ്സ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഓക്കെ, ദാറ്റ്സ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ സബ്സെറ്റ് ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റിൻ്റെ സബ്സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ? So next we consider corollary. If a vector space V has a finite basis, then all linearly independent subset of V are finite. Vector space Vക്ക് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരു വെക്ടർ സ്പേസിന് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വെക്ടർ സ്പേസിലെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റിലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ അതിൻ്റെ പ്രൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഫ് ദ വെക്ടർ സ്പേസ് വി ഹാസ് എ ഫൈനൈറ്റ് ബേസിസ് ഓഫ് n എലമെൻറ്റ്സ്, ഫൈനൈറ്റ് ബേസിസ് ഓഫ് n എലമെൻറ്റ്സ്. സപ്പോസ് വെക്ടർ സ്പേസ് വിക്ക് ഒരു ബേസ് ഉണ്ട്, ഫൈനൈറ്റ് ബേസ് ഉണ്ട്, അതിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ട്. ഇഫ് പോസിബിൾ സപ്പോസ് അപ്പോൾ അതിനൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. If possible, suppose that there exists an infinite linearly independent set in V. If possible, suppose that there exists a infinite linearly independent set in V. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് വിക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കേണ്ടത്. സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വി. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എനിക്കിവിടെ ഒരു നമുക്കിവിടെ ഒരെണ്ണം കിട്ടി, അതായത് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സബ്സെറ്റ് ഇങ്ങനെ ചൂസ് ചെയ്യാം. ദെൻ ദിസ് സെറ്റ് വുഡ് കണ്ടെയ്ൻ ആൻ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് n+1 എലമെൻറ്റ്സ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് എനിക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. എങ്ങനെ? n+1 എലമെൻറ്റ്സ് ഉള്ള അതിൻ്റെ ഒരു സബ്സെറ്റ് എനിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് ഉറപ്പായിട്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ n+1 എലമെൻറ്റ്സ് ഉള്ള ഇതിൻ്റെ ഒരു ലീനിയർലി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഓൾറെഡി നമ്മൾ ബി എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസിൽ വെക്ടർ സ്പേസ് വിയുടെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു? n എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. n എലമെൻറ്റ്സ് ആണ് ബേസിസിലുള്ളത്. അപ്പോൾ അതിനൊരു വെക്ടർ സ്പേസ് വിയിൽ എനിക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടി. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി? n+1 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി. ബേസിസ് ആയതുകൊണ്ട് തന്നെ സ്പാനിങ് സെറ്റാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സ്പാനിങ് സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ n+1 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി. നമുക്കറിയാം സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനേക്കാളും കൂടുതലും ഈക്വൽ ആയിട്ടാണ് വരിക. ഇവിടെ നമുക്ക് തിരിച്ചാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രഡിക്ഷനാണ്, നമ്മുടെ അസംഷൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസംഷൻ റോങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് തന്നെ വെക്റ്റർ സ്പേസ് വിക്ക് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടെങ്കിൽ ആ വെക്റ്റർ സ്പേസിൽ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉണ്ടായിരിക്കത്തുള്ളൂ. ദെയർഫോർ ഓൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ആർ ഫൈനൈറ്റ്. ഓൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ആർ ഫൈനൈറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.